ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓണം സ്പെഷ്യലായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എല്ലാ പ്രാവശ്യവും നമ്മൾ ഓണത്തിന് സദ്യക്ക് പായസമാണല്ലോ ഉണ്ടാക്കാറുള്ളത്. സേമിയ പായസം അല്ലെങ്കിൽ അടപ്പായസമൊക്കെ ആണല്ലോ ഉണ്ടാക്കാറുള്ളത്. ഇപ്രാവശ്യം നമുക്ക് സ്പെഷ്യലായിട്ട് നല്ലൊരു കേക്ക് ഉണ്ടാക്കിയാലോ? പിങ്ക് പാലട കേക്ക്. നല്ല ടേസ്റ്റി ആയിട്ട് ഈ കേക്ക് കഴിക്കാൻ. അപ്പോൾ നമുക്ക് പാലട പായസ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. പിങ്ക് പാലട കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം പാലട പായസം ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഷുഗർ മെൽറ്റായിട്ട് ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് മെൽറ്റാക്കി എടുക്കാൻ. നമ്മൾ ഉണ്ടാക്കുന്നത് പിങ്ക് പാലട കേക്കാണ്. അപ്പോൾ പാലടയ്ക്ക് ഒരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷുഗർ ഇതുപോലെ കാരമലായി വരുന്നത് വരെ മെൽറ്റാക്കി എടുക്കുന്നത്. ഷുഗർ എല്ലാം മെൽറ്റായിട്ട് ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത്രയും കളറായാൽ മതി. ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിന് ഒരു കരിഞ്ഞ് ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കളറായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് പാല് ആദ്യം ഒഴിച്ചു കൊടുക്കാം. പാല് എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് പതഞ്ഞ് പൊങ്ങാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളത് ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ കാരമൽ ഇതുപോലെ കട്ടയായിട്ട് വരും. അത് കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിക്കോളും. നമ്മളത് കുത്തി ഉടച്ച് മെൽറ്റാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് പതിയെ അങ്ങനെ മെൽറ്റ് ആയിക്കോളും. ഇനി ബാക്കിയുള്ള പാല് കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 2 പാക്കറ്റ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 100 ഗ്രാം അട വെച്ചിട്ടാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 1 ലിറ്റർ പാലാണ് ഞാനിതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ടൈമിൽ തന്നെ കട്ട പിടിച്ചിട്ടുള്ള കാരമലൊക്കെ മെൽറ്റായിട്ടുണ്ട്. പാല് നന്നായിട്ടൊന്ന് ചൂടായി തിളച്ച് വരാൻ തുടങ്ങുന്ന ടൈമിൽ നമുക്കിതിലേക്ക് അട ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 100 ഗ്രാം അടയാണ് എടുത്തിട്ടുള്ളത്. ഇനി മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ തീ ഓഫാക്കി വെക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതിലുള്ള പ്രഷറൊക്കെ ഒഴിവാക്കി കളയാം. മുഴുവനായിട്ട് പ്രഷർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ പ്രഷർ കളഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കാം. അട പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരു വിസിൽ വന്നതിന് ശേഷം ഓഫാക്കിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് പ്രഷറെല്ലാം കളഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കിയാൽ മതി. നല്ല പിങ്കിഷ് കളറായിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏലക്ക പൊടിച്ചത് ഇല്ലെങ്കിൽ ഒരു 3 ഏലക്ക എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം. ഇനി പായസമൊക്കെ തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ച് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു നുള്ളു ഉപ്പും 1 ടീസ്പൂൺ വനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ 1 മിനിറ്റ് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഹൈ സ്പീഡിൽ തന്നെ മുട്ട ബീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ലതായിട്ട് പൊങ്ങിയിട്ടുള്ള സ്പഞ്ച് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷുഗർ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് മുട്ട മാത്രം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് ഷുഗർ പൊടിച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഷുഗർ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ആദ്യം ലോ സ്പീഡിലും പിന്നീട് ഹൈ സ്പീഡിലും ആക്കിയിട്ട് നല്ല ക്രീമി ആയിട്ട് വരുന്ന വരെ തന്നെ നമുക്ക് ഈ മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഹൈറ്റിലുള്ള സ്പഞ്ച് തന്നെ നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരുപാട് ബീറ്റ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഇതൊന്ന് മിക്സ് ആവുന്നത് വരെ മാത്രം ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പായസത്തിൻ്റെ മിക്സ് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പായസത്തിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഞാനൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലും ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇടവിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ
അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് 7 ഇഞ്ചിൻ്റെ മോൾഡിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മോൾഡ് ഞാൻ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹൈറ്റിൽ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റിയാണ്. അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഈ ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റാം. സ്പഞ്ചിന് നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല സോഫ്റ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് 4 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് സ്പഞ്ച് വെറ്റ് ചെയ്തെടുക്കാനുള്ള സിറപ്പ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പായസമാണ് എടുക്കുന്നത്. അപ്പോൾ പായസം അധികം അടയൊന്നും കൂട്ടാതെ നമുക്ക് അതിൻ്റെ പാല് മാത്രമാണ് എടുക്കുന്നത്. പായസത്തിൽ നിന്ന് കുറച്ച് അതിൻ്റെ പാല് മാത്രം എടുത്തിട്ട് ഒരു 3/4 കപ്പ് പായസം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് പാല് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ പായസത്തിന് മധുരം കുറവായിട്ട് വരും. അപ്പോൾ മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം. കേക്ക് ഐസിങ് ചെയ്തെടുക്കാനുള്ള ക്രീം ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള ഫില്ലിങ്ങിനായിട്ട് കാഷ്യൂ നട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് ഒരു കേക്ക് ബോർഡുമ്പോൾ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ലെയർ സ്പഞ്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലവണ്ണം സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. സ്പഞ്ച് നല്ലവണ്ണം ഈ സിറപ്പിൽ സോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം. ക്രീം എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിന് മുകളിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് പായസമാണ്. അപ്പോൾ പായസം അതേ രീതിയിൽ ഒഴിച്ച് കൊടുത്താൽ പുറത്തേക്ക് വരും. അപ്പോൾ അതൊന്ന് കുറുക്കിയിട്ട് വേണം നമ്മളിതിന് മുകളിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാനിതുപോലെ പായസം ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള കാഷ്യൂ നട്ട് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അടുത്ത ലെയർ സ്പഞ്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കാം. ബാക്കി എല്ലാ ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് സെക്കൻഡ് ലെയർ ക്രീം കൂടി ഇട്ട് കൊടുക്കാം. കേക്ക് സെക്കൻഡ് കോട്ട് ക്രീം ഇട്ടിട്ട് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. സൈഡ് ഭാഗം ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇതുപോലെ മുകളിലും താഴെയും ബോർഡർ കൂടി വരച്ച് കൊടുത്തിട്ടുണ്ട്. കേക്കിന് മുകളിൽ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് പായസം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറുക്കി വെച്ചിട്ടുള്ള പായസം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും. അതിന് മുകളിൽ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള കാഷ്യൂ നട്ട് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പിങ്ക് പാലട പായസ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കേക്കിന് വേണ്ടിയിട്ട് മാത്രമല്ല ഈ പായസം ഉണ്ടാക്കാൻ പറ്റുക, നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് ഈ പായസം. അപ്പോൾ അതുപോലെ തന്നെ ആ പായസം വെച്ചിട്ടുള്ള കേക്കും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.